ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ എണീറ്റ് ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പം പോകണ്ടാത്ത ദിവസമായതുകൊണ്ട് താമസമാണ് എണീറ്റത്. അപ്പോൾ നമുക്ക് ആദ്യമേ ചോറിനുള്ള അരിയൊക്കെ വെക്കാം കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ആകുമ്പോഴത്തിന് വേവത്തില്ല, അല്ലെങ്കിൽ റൈസ് കുക്കർ വെക്കുന്നുണ്ട്, സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നില്ലേ. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലൂടെ കിടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് സൺഡേ ആണ് കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ ചോറ് അരി ഇടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അരി ഇട്ട് കൊടുക്കാം. ഒറ്റ കയ്യിലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. അരി ഇട്ട് കൊടുക്കാം. കാരണം റൈസ് കുക്കർ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേഗത്തിലായിട്ട് ലാസ്റ്റ് അരി വെക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയിലോട്ട് കിടക്കാം. അരിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടീസ് നോക്കാം. ഓക്കെ, ഇന്ന് ദോശയും തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയുള്ള തക്കാളിയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുക്കാം നമുക്ക്. അപ്പം ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഓക്കെ, ഇതിനകത്തോട്ട് വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ. കഴുകി അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പം ചമ്മന്തി ആക്കാം. അത് തക്കാളിയും പച്ചമുളകും സവാളയും ഉള്ളിയാണ് കേട്ടോ. മറ്റേ വെളുത്തുള്ളി അതുകൂടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. വായോ, നമുക്ക് കറി ഉണ്ടാക്കാം. ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സിക്കകത്ത് അരച്ചെടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ തക്കാളി കറിയുടെ പ്രോസസ്സിങ്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിള്ളേരുടെ ബഹളം വെക്കുന്നതാണ് കേട്ടോ. പറഞ്ഞതാണ് സംഭവം. കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഒരുപാട് എരിവാകാതിരിക്കാണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതൊന്ന് ചൂടായിട്ട് നമുക്കൊന്ന് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. അത്ര ഉള്ളൂ. അത് ചൂടാകുന്ന സമയത്ത് ഞാനിവിടെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദോശ കറിയൊന്നും ആയിട്ടില്ലേ. ഇവിടെ പേര് അടിയാണ് കേട്ടോ. എൻ്റെ കൂടെ ദോശ അടച്ചു വെക്കുകയാണെങ്കിലേ അടിയിൽ അങ്ങനെ പിടിക്കുള്ളൂ. അതിനാണ് ഈ അടുത്ത് അടച്ചു വെക്കുന്നത്. അടുത്ത വെച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നോൺ സ്റ്റിക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റിക്ക് ആവുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് ദോശ കൊടുക്കാം. കഴിഞ്ഞ സമയം അതായത് തണുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയം നമുക്കൊന്ന് അരച്ചെടുക്കാം. വെച്ചിട്ട് കഴുകി വെച്ചിട്ട് കൊടുക്കാം. ഞാൻ നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൂടെ പൊട്ടിക്കാം കേട്ടോ. ഇതായിലൂടെ ചേർത്ത് കൊടുക്കാം ചമ്മന്തി. ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്തില്ല. ഉപ്പ് ചേർക്കണം. അരച്ചെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അഞ്ചാറ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇനി കുറച്ച് ഉപ്പോട് ചേർത്തെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചായക്കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. കുഞ്ഞ് കഴിക്കണം. കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടോ? കാശ് എളുപ്പം കഴിക്ക്. കുഞ്ഞ് എളുപ്പം കഴിക്ക്. അച്ഛൻ നീ കഴിക്കാനാ ഞാൻ പറഞ്ഞേ. കുഞ്ഞ് കഴിച്ച് കാണിച്ച അമ്മ വീഡിയോക്കകത്ത് കഴിച്ച് കാണിക്ക്. മുക്കി മുക്കി കഴിക്ക്. ഓക്കെ. ഗുഡ് ഗേൾ. അങ്ങനെ തന്നെ. ഞാൻ അതുപോലെ ചായ കുടിക്കാണ് കേട്ടോ. അവളെ അറിയാതിരിക്കാൻ അവളൊന്നും ഇടുന്നില്ല. എൻ്റെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് തന്നെയുള്ള എന്തെങ്കിലും കറിയൊക്കെ സെറ്റാക്കാം. അപ്പോൾ തീയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് തേങ്ങ വറക്കാം. ഓക്കെ, തേങ്ങയൊക്കെ ഞാൻ തിരുമ്മി വെച്ചു. നമുക്ക് തീയൽ പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. ഞാൻ അതേ വിചാരിച്ച മുദ്രക്കറി വെക്കാം കേട്ടോ. അപ്പം വീട്ടിൽ വിളിച്ചപ്പം അമ്മ ഇങ്ങനെ സജഷൻസ് പറഞ്ഞു, എനിക്ക് പിന്നെ തീയൽ വെച്ചൂടേന്ന്. അപ്പം ഞാൻ കരുതി എനിക്ക് തീയൽ വെക്കാം. അങ്ങനെയാണ് തീയലിലോട്ട് എത്തിയത്. ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ട് അതിനകത്ത് ഇതാ ഉലുവയാണ് കേട്ടോ. ഉലുവയും കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്നിച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. എന്താ അത്? കാശി കഴിക്കടാ. അത് കഴിക്ക. ഐസ്ക്രീം കഴിക്കടാ. അത് പന്നലായി പോവും, അലിഞ്ഞു പോവും കഴിച്ചില്ലെങ്കിൽ. തണുക്കുന്നതിന് പറഞ്ഞോട് എടുത്ത് മാറ്റി വെച്ചേക്കുക. പിന്നെ അലിഞ്ഞു പോകുന്ന ബേബി. ഐസ് വാങ്ങിച്ചോണ്ട് വന്നുണ്ട്. ഐസിന്റെ പുറകിൽ പോയിട്ട് നിർത്തിയിട്ട് ഞങ്ങളിപ്പോൾ ഐസൊക്കെ കഴിച്ചിട്ട് വന്നു. തേങ്ങയ്ക്കകത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി വെളിച്ചെണ്ണ പോരും. എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ? തേങ്ങയ്ക്കകത്തുനിന്നല്ലേ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അതെ, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യം? അത് മതി. നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീക്കകത്തിട്ടിട്ടാണ് വറുത്തെടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെറിയ തീക്കകത്തിടാം കേട്ടോ. നമ്മുടെ മസാലയൊക്കെ ഞാൻ ഇവിടെ ആക്കി കേട്ടോ. ഇതൊന്നും കാണിച്ചില്ല, കാരണം തീയലിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട്. വേണ്ടവരാണെങ്കിൽ പറയൂ, നമുക്കൊരു ഷോർട്സായിട്ട് വേറെ ദിവസം ചെയ്യാം. ചെയ്തതിനെ കണ്ടതും ചെയ്ത് ഞാൻ നടത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയം മുതൽ, ഞാൻ വീഡിയോ ഇടുന്ന സമയം മുതൽ നമ്മുടെ റെസിപ്പീസൊക്കെ റെസിപ്പിയൊക്കെ കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ തവണ. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംയുക്തമായിട്ട് ഇഷ്ടമുള്ള സാധനമാണ് തീയലും മോരുമൊക്കെ. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞത് ഓഫാക്കാം കേട്ടോ. ഇനി ഓഫാക്കി കഴിഞ്ഞാലും പെട്ടെന്ന് നിർത്തിയിട്ട് പോകരുത്. 1 മിനിറ്റ് നമ്മൾ ഇളക്കണം. കാരണം ഈ ചീഞ്ചട്ടിക്ക് ചൂട് നിൽക്കുന്നതുകൊണ്ട് തേങ്ങയും ഈ മുളകൊക്കെ കരിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം കൊണ്ട് ഇളക്കിയിട്ട് മാത്രമേ നിർത്താൻ പാടുള്ളൂ. ഞാൻ ഉള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് മാത്രം എടുത്തിട്ടുണ്ട് തീയലിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് തീയൽ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. ഞാൻ ഈ തീയൽ വെക്കാൻ വേണ്ടി വട്ടക്കല്ല് ഒഴിക്കാൻ നോക്കിയപ്പോഴാണ് മീൻചാറിരിക്കുന്നത് കണ്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തോന്നി കുറച്ചാണെങ്കിൽ ചോറുകൂടി ഇരിപ്പുണ്ട് കേട്ടോ, ഇന്നലത്തെ ചോറ്. അപ്പം നമുക്കൊരു പഴങ്കഞ്ഞി അങ്ങ് തട്ടാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്നോ, ഇത് ഞാൻ തീയലിന് വേണ്ടിയിട്ട് പുളി വെള്ളത്തിലിടാൻ വേണ്ടി എടുത്തപ്പോൾ ഒരുത്തൻ്റെ ആഴ് നിന്നിട്ട് എനിച്ചിത്താ എന്ന് പറയുന്നു. അത് അവന് മാത്രമല്ല ചേച്ചിക്കും കൊടുക്കണം. അതാണ് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. എന്തെടുത്താലും അവനും കഴിക്കണം, ചേച്ചിയും ഇതാണ്ടേ ചേച്ചിയും കൊടുക്കണം. അച്ഛനൊന്നും വേണ്ട, അച്ഛനമ്മ കൊടുത്തോളാം അല്ലേ. അപ്പോൾ ഞാൻ കരുതിയെങ്കിൽ പിന്നെ നമുക്ക്
ഇന്നട്ടാ മോരുണ്ട്. മോര് മീനൂടെ കഴിക്കാൻ പാടില്ല. മീനില്ല, മീൻ കറി മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം ബിരുദം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ കഴിക്കാം. മോരുണ്ട്. അപ്പം മോരും മീൻ കറിയും കൂടെ നമുക്ക് മീനൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് പഴങ്കഞ്ഞി കുടിച്ചിട്ട് തീയൽ വെക്കാം. എപ്പോഴെങ്കിലും എൻ്റെ പ്ലാൻ. കുറച്ച് ചോറേ ഉള്ളൂ കേട്ടോ, അത്ര ചോറേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, അത് മതി. ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മീൻചാറില്ലേ, തലേ ദിവസത്തെ മീൻചാറ് ഇതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാം കൂടെ ഇട്ടാൽ മതി. അല്ലാതെ കുടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. മീൻചാറ് ഒഴിച്ചു കൊടുക്കാം. മതിയല്ലേ? മതി. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, കുറച്ച് ചോറ് കേട്ടോ. ഇനി എന്താ, ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് അടക്കത്തേക്ക് അടയ്ക്കണം. ചൂട് ചെറുതായിട്ട് ഫുള്ള് മാത്രം കറച്ചെടുക്കേണ്ടതാണ്. എൻ്റെ പഴങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ചൂടൊക്കെ ഫുള്ളാവും. ഉപ്പിട്ടു. ഇനി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒരു മുളക് കൂടെ നമുക്ക് അടിയാം. പച്ചമുളക് കൂടെ അടിയ ചെയ്തു. ഇനി നമുക്ക് കുഴച്ചണം, അടിച്ചണം, കുടിച്ചണം. എനിക്ക് മാത്രമല്ല കട്ടങ്ങളാണേ. അപ്പോൾ നമ്മൾ കഴിച്ചാലോ? വീണു 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 പഴഞ്ഞുടിപ്പം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം തീയലിനുള്ള പണി നോക്കാം. കാണിക്കാൻ ഞാൻ കേട്ടോ, ഏട്ടനോട് കഴിക്കുന്നുണ്ട്. പിന്നെ സമ്മതിച്ചില്ല വീഡിയോ എടുക്കാൻ. അതാണ്. എന്താടാ? ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വൈകിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി എടുക്കാം. ഈ ഉരുളക്കിഴങ്ങായതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഉള്ളിലാണെങ്കിൽ നമുക്ക് വഴറ്റിയെടുത്താൽ മതി. ഉള്ളി മാത്രമാണ്. ഇവിടെ ഉരുളക്കിഴങ്ങ് ഒത്തിരി വഴറ്റി പിടിക്കാൻ സാധ്യത കൂടുതലുണ്ട്. നമുക്ക് അതിനും കുറച്ച് വേവിച്ചെടുക്കാൻ നല്ലതാണ്. വഴുതനങ്ങ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ തീയലുണ്ടാക്കും. പിന്നെ അതൊക്കെ വെച്ചിട്ട് വഴുതനങ്ങയൊക്കെ വെച്ചിട്ട് തീയലുണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ, പണ്ടത്തെ വീഡിയോയിലൊക്കെ. ഇതൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാം നമ്മളിങ്ങനെ എന്താ ബ്ലോഗായിട്ട് ഇരുന്നുകൊണ്ട് പ്രത്യേക റെസിപ്പിയായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല. അതാണ് പ്രശ്നം. അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് വേകാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വേണ്ടട്ടെ. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വേവാൻ ഭയങ്കര താമസമാവും. തിളച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, ഇനി അത് വെന്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിലപ്പം വെള്ളം പറ്റിപ്പോയാൽ ഇതൊക്കെ നോക്കണം. അത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഒന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞിട്ട് പുളിവെള്ളം കൂടെ ചേർത്തിട്ട് ബാക്കിയും കൂടെ വേവട്ടെ. ബാക്കി വെള്ളത്തിൽ ഇനി പുളിവെള്ളത്തിൽ ബാക്കിയും കൂടെ വേവട്ടെ കേട്ടോ. നമുക്ക് ആ സമയമുണ്ട് കുറച്ച് ഉപ്പിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ടോ? നല്ല ഉപ്പുണ്ട്, നല്ല ഉപ്പും പൊടിയുണ്ട്, ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. കാച്ചി നാരങ്ങാവെള്ളം വെച്ച് നോക്കാം. മുടിയൊക്കെ കിടക്കാൻ നോക്കാം. കുഞ്ഞത് കൊള്ളാവോ? ഉപ്പുണ്ടോ? അച്ഛനോടൊക്കെ അമ്മ താഴെ വീഴരുത്. കിടക്കുന്നിടത്ത് വീണ് കഴിഞ്ഞാൽ മറ്റേ ഈച്ച വരുവേ. കൊള്ളാവോ കാച്ചി? എന്താ ഈ ഉടുപ്പൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ കാച്ചിന്റെ? നമ്മുടെ തീയലൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ.
തിളച്ച് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതാ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഉടച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. കണ്ടോ, ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് വേവും കേട്ടോ. നമ്മൾ എന്താ അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വേവിക്കുമ്പോൾ ഓക്കെ അരപ്പുകായ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചാറ് വേണ്ടതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി വേണം നമുക്ക്. കുറച്ച് പുളിയുടെ കുറവുണ്ട്, പക്ഷേ മോരുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം പുളി ചേർക്കാതിരുന്നത്. മോരും ഇതിടാകുമ്പോഴത്തേനും ഒരുപാട് പുളിയായിരിക്കും. നമ്മൾ തീയൽ ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീയൽ റെഡി. ഇനി എണ്ണ തെളിയും കേട്ടോ. എണ്ണ തെളിയുന്ന പാകമാകുമ്പോൾ നമുക്ക് ഓഫാക്കാം. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട ഓംലേറ്റിനുള്ളതുകൂടെ സെറ്റാക്കാം കേട്ടോ. ഒന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തീയലൊക്കെ സെറ്റായി ഗൈസ്. ഉണ്ടോ? ചൂടുണ്ട് കേട്ടോ. സ്പൂൺ അതിൻ്റെ മേളിൽ കൊണ്ട് വെച്ചിട്ട് സ്പൂണ് ചൂടുണ്ട്. അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ട് എണ്ണ തെളിഞ്ഞത്. തീയൽ സെറ്റായിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ കുറുക്കിയെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്നുകൂടെ വേണമെങ്കിൽ പറ്റിച്ചെടുക്കാം വേണ്ടവർക്ക്. വേണ്ടാത്തവർക്ക് ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ സെറ്റാവും. എല്ലാം കഴിയൂട്ടോ. ചോറ് കഴിച്ചാൽ മാത്രം മതി. തീയൽ ഞാനിപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. കണ്ടോ, തീയൽ മാറ്റി വെച്ചിട്ട് മുട്ടയും കൂടെ പൊരിച്ചിട്ടങ്ങ് മാറാം. ഓക്കെ, അപ്പോൾ അടുക്കളയിൽ നിന്ന് മാറാമല്ലോ. മുട്ടയും കൂടെ പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മുട്ട എടുത്തത് ഒന്നായിട്ട് അങ്ങ് ഓംലേറ്റ് അടിച്ച് മാറ്റാണ് കേട്ടോ. നോക്കാം, അല്ലെങ്കിൽ ചൂടാവട്ടെ കല്ല്. മുട്ടയൊക്കെ ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആക്കുക. കല്ല് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിക്കാൻ നേരം ഞാൻ ആദ്യമേ വിചാരിച്ചേ ഇന്ന് വേണ്ട. ഓക്കെ, മാത്രം വേണ്ട. പോയി മാത്രം എൻ്റെ പറഞ്ഞ എടുക്കണം. എടുക്കാം. ചൂടിനകത്ത് കൂടെ മാറ്റാം. ബാക്കി രണ്ടാമത്തത് അതാ കുഞ്ഞ് ചോട്ട ഓ കേട്ടോ. കൈയൊന്ന് ജസ്റ്റ് ഒന്ന് കൂടാതെ ഏൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ ചോട്ടാ ഭീമും റെഡിയായി. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ നേരത്തെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാ കറികൾ എന്നൊക്കെ പറയൂ ഗൈസ്. ഇതാ മുട്ട പൊരിച്ചത്, തീയല്, ചൂട് പറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോര്, ഇത്രയാണ് കേട്ടോ. പിന്നെ അച്ചാറൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഞാനിവിടെ ചോറ് വേണം കേട്ടോ പിള്ളേർക്കും ഏട്ടനും. ഇതാ മോര്. ഓക്കെ.